ഒരു കള്ളന് വേണ്ടി കട്ടയെറിഞ്ഞ് കേന്ദ്രസേനയെ കൊലപ്പെടുത്തുവാൻ പോകുന്ന അക്രമി സംഘത്തോടാണ്. കള്ളൻ ഒരു പക്ഷേ സംഘപരിവാറുമായിട്ടുള്ള രഹസ്യബന്ധത്തിന്റെ പേരിൽ മുട്ടിലിഴഞ്ഞോ കുമ്പിട്ട് നിന്നോ ആ കേസിൽ നിന്ന് ഊരിപ്പോരുമായിരിക്കാം. പക്ഷേ കേന്ദ്രസേനയെ കട്ടയെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ നിങ്ങൾ ഓരോ അക്രമി സംഘത്തിലെ അംഗങ്ങളും അഴിയെണ്ണുമെന്നുള്ള കാര്യം കട്ടായമാണ്. ഇന്ന് രാവിലെ വിജയന്റെ വീട്ടിലും വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിലും വീണ വിജയന്റെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അടക്കം റെയ്ഡ് നടക്കുന്നതിന്റെ പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര വലിയ അക്രമ അഴിഞ്ഞാട്ട അരാജകത്വമാണ് CPM-ന്റെ അക്രമി സംഘം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ വിജയൻ പറയാറുണ്ട്, എനിക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന്. വഴിയിൽ ഭയമില്ലാത്ത ആള് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൊട്ടേഷൻ സംഘത്തെ ഇറക്കിവിട്ട് അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തി കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്? ഇനിയും കേരളത്തിന് ഇതുവരെ ബോധ്യമായിട്ടില്ലാത്ത, ഈ നാട്ടിലെ അന്വേഷണ ഏജൻസിക്ക് ബോധ്യമായിട്ടില്ലാത്ത ഒരു ചോദ്യം ഇന്ന് വിജയന് വേണ്ടി ആക്രമിക്കാൻ റോഡിലേക്ക് ഇറങ്ങിയ അക്രമി സംഘത്തോട് ചോദിക്കുന്നു. നിങ്ങൾക്കെങ്കിലും പറഞ്ഞു തരാമോ, എന്തിനു വേണ്ടിയിട്ടാണ് വിജയന്റെ മകൾ വീണ വിജയന് കരിമണൽ കർത്തയെ പോലെ ഷെയ്ഡി ക്യാരക്ടറിലുള്ള ഒരു വ്യക്തി 1.72 കോടി രൂപ കൊടുത്തിരിക്കുന്നത്? എന്ത് സേവനം ചെയ്തതിന്റെ പേരിലാണ് വീണ വിജയന്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക്, കരിമണൽ കർത്ത മാസപ്പടി കൊടുക്കുന്നതെന്ന് നിങ്ങളെങ്കിലും പറഞ്ഞു തരാമോ? നിങ്ങൾ സമരവുമായി ഇറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ള CPM-ന്റെ അക്രമി സംഘത്തിലെ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ജയിലിൽ കിടക്കും, നിങ്ങളുടെ അമ്മമാർ കണ്ണീര് കുടിക്കും മക്കളെ കുറിച്ചോർത്ത്. പക്ഷേ വിജയൻ അപ്പോഴും സ്വന്തം മക്കളെ വളരെ സേഫായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂത്ത മകനെ വിദേശത്ത് ഒരു കമ്പനിയിൽ വളരെ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ ശമ്പളവും അതിലേറെ കിമ്പളവും കിട്ടുന്നുണ്ട്. മകൾക്ക് മാസപ്പടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ജയിലിൽ ഗോതമ്പുണ്ട ഇപ്പോൾ ഇല്ല, ചപ്പാത്തി മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. വിഷമിക്കുന്നത് നിങ്ങളുടെ കുടുംബമായിരിക്കുമെന്നുള്ള ബോധം ഇങ്ങനെ കട്ടയേറിഞ്ഞ ആളെ കൊല്ലാനായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകണം. ഇന്ന് കണ്ട വളരെ ഭീതിജനകമായ ഒരു കാഴ്ചയുണ്ട്. റെയ്ഡ് നടത്തുന്നതിന്റെ പേരിൽ ED സംഘം വാടകയ്ക്ക് എടുത്തിട്ട് വന്നതാണെന്ന് തോന്നുന്നു ഒരു ടാക്സി കാർ. ആ ടാക്സി കാറിന്റെ ചില്ലിലൊക്കെ കട്ടയെറിയുകയാണ്. ആ വണ്ടി ഓടിക്കുന്ന സാധു മനുഷ്യൻ, ഒരുപക്ഷെ അദ്ദേഹം ED ഉദ്യോഗസ്ഥനൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ടാക്സി ഡ്രൈവർ ആയിരിക്കും. അയാൾ ജീവഭയത്താൽ അലമുറയിടുന്നത് നമ്മൾ വളരെ വേദനയോട് കൂടിയിട്ടാണ് കണ്ടത്. കണ്ണൂരിലും തിരുവനന്തപുരത്തും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ പ്രദേശത്തും ഇങ്ങനെ അക്രമം അഴിച്ചുവിട്ടാൽ വിജയൻ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിജയനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ വർത്തമാനമൊന്നും പറയാതെ ലളിതമായി പറഞ്ഞാൽ മതി, എന്തിനാണ് കരിമണൽ കർത്ത 1.73 കോടി രൂപ വീണ വിജയന് കൊടുത്തത്? അത് പറഞ്ഞാൽ കേസ് തീർന്നു. കേരളം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് വിജയന്റെ കുടുംബത്തോടൊപ്പം നിൽക്കും. ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ ഉടനെ രാഹുൽ ഗാന്ധിയുടെ കേസുമായിട്ട് വരികയാണ്. രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്, ശരിയാ. രോഗബാധിതയായ ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അതും ശരിയാ. പക്ഷെ അതൊന്നും കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടി കൈക്കൂലി വാങ്ങിയ കേസിലല്ല അവരെ ആരെയും ചോദ്യം ചെയ്തത്. അത് കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലായിരുന്നു. പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കന്മാരെയും വേട്ടയാടുമ്പോഴും വിജയന് വലിയ സംരക്ഷണമായിരുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും കൊടുത്തു പോന്നിരുന്നത്. ഇന്ന് നടന്ന റെയ്ഡ് പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി EDയോട് റെയ്ഡ് നടത്തുവാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ED നടത്തുന്ന റെയ്ഡിനെ ഇങ്ങനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത്? നിയമത്തിന്റെ വഴിക്ക് പോയാൽ പോരെ എന്ന് തീരുമാനിച്ചാൽ പോരെ? വിജയനോട് ഞാൻ പേഴ്സണൽ കണക്ക് പറയാം. എനിക്കെതിരെ നിങ്ങളുടെ മെയിലിൽ ഒരു പരാതി വരുന്നു, ഊരും പേരും വാലും തലയും ഒന്നുമില്ലാത്തൊരു പരാതി, ഒരു മൊഴി പോലും രേഖപ്പെടുത്താതെ പിന്നീട് കോടതിക്ക് പോലും എനിക്ക് ജാമ്യം തരുമ്പോൾ നിങ്ങളുടെ പോലീസിനെയും നിങ്ങളുടെ അന്വേഷണ സംഘത്തെയും വിമർശിക്കുന്ന രീതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് പോയിട്ട് ഞാൻ ആ അന്വേഷണ സംഘത്തെ പൂർണ്ണമായ സഹകരണമല്ലേ നടത്തിയത്? ഈ നാട്ടിൽ എത്രയോ മനുഷ്യന്മാർ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അപ്പോൾ അതിന് കൃത്യമായ കാരണമുണ്ട്, നിങ്ങൾക്ക് നല്ല പേടി തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിജയ, ഒന്നു പറഞ്ഞ് രണ്ടാമത്തതിന് ഞാൻ കോരന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ എക്സംഷൻ ഒന്നും കിട്ടില്ല. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഒരേ നിയമമാണ്, ഭാരതീയ ന്യായ സംഹിത. അത് കോരന്റെ മകന് കോരന്റെ ന്യായ സംഹിതയൊന്നും വേറെയില്ല. അപ്പം അതുകൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ കരുതി കൂട്ടി വെച്ചിരുന്ന കണക്കുണ്ട്. അത് നിങ്ങൾ ആദ്യമായി മഴുവെച്ച് കൊലപ്പെടുത്തിയ വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് പിന്നീട് നിങ്ങൾ കണ്ണീര് കുടിപ്പിച്ച ഒരുപാട് മനുഷ്യന്മാരുടെ കണ്ണീരിന്റെ കടം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ആ കടമൊന്നും വീട്ടാതെ നിങ്ങൾക്ക് ഈ ജീവിതം അവസാനിച്ചു പോകില്ല എന്നുള്ള നല്ല ബോധ്യം വേണം. അതുകൊണ്ട് ശ്രീ വിജയൻ, ഉളുപ്പ് അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മറ്റുള്ളവർക്കെതിരെ പറഞ്ഞ ഏതെങ്കിലും വാചകം ഓർമ്മയിലുണ്ട് എങ്കിൽ നിങ്ങൾ അടിയന്തരമായി പ്രതിപക്ഷ നേതൃപദവിയും അതുപോലെ തന്നെ ധർമ്മടം MLA-യുടെ പദവിയും രാജിവെച്ചൊഴിയുകയാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല എങ്കിൽ നിങ്ങൾ ഇന്നലകളിൽ മറ്റുള്ളവർക്ക് നേരെ എറിഞ്ഞ ധാർമ്മികതയുടെ ആ വാക്കുകൾ സ്വയം കെട്ടിത്തൂങ്ങിച്ചാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ക്ലീഷയായ ഒരു ഡയലോഗ് ഓർമ്മപ്പെടുത്തുന്നു, നീ ചെയ്തതിനൊക്കെയും
നിന്നോട് ഈ നാട് പകരം ചോദിക്കും. നിന്റെ പ്രവർത്തികൾ ഓരോന്നും നിന്റെ തലമേൽ പതിക്കുക തന്നെ ചെയ്യും. മറക്കണ്ട, ഒന്നും മറക്കാൻ ഈ നാട് ഉദ്ദേശിക്കുന്നു. കള്ളന് വേണ്ടി കട്ടയുമായി ഇറങ്ങിപ്പുറപ്പെടുന്ന കുട്ടി സഖാക്കളോടാണ് രാഹുൽ സംസാരിച്ചത്. കൃത്യമായിട്ട് പിണറായി വിജയനെ കള്ളൻ എന്ന് തന്നെ വിളിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ സംസാരം തുടങ്ങുന്നത്. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇവിടെ ഇന്നലെ മുതൽ ഇപ്പോൾ ഈ പറയുന്ന പിണറായി വിജയൻ്റെ വീട്ടിൽ, മകളുടെ ഓഫീസിൽ, മരുമോൻ്റെ വീട്ടിൽ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടക്കുമ്പോൾ അത് മുതൽ ഈ നിമിഷം വരെ പല രീതിയിലുള്ള ക്യാപ്സ്യൂളുകൾ ഇറങ്ങുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാപ്സ്യൂളാണ്, നിങ്ങളല്ലേ പറഞ്ഞത് ഇത്രയും കാലം പിണറായി വിജയനെ മോഡി സംരക്ഷിക്കുകയായിരുന്നു എന്ന്, എന്നിട്ട് ഇപ്പോൾ എന്തായി എന്നുള്ള ഒരു ചോദ്യം. ഈ ചോദ്യത്തിനാണ് ആദ്യം മറുപടി പറയേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു, വളരെ കൃത്യമായിട്ട് അല്ലേ. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുക. എന്തിന്, തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ പോലും പിണറായി വിജയന് വേട്ടയാടിയതിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. സ്റ്റാലിൻ ഇപ്പോൾ ചെറിയ ഒരു മൂലം കടച്ചിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്റ്റാലിൻ്റെ മുന്നണിയുടെ ഭാഗമായിരുന്നു കോൺഗ്രസ്. തോറ്റു തുന്നം പാറി, ഭരണം നഷ്ടമായി. മാത്രമല്ല, ഭരണം നഷ്ടമായപ്പോൾ TVKക്ക് വിജയ്ക്ക് പിന്തുണയുമായിട്ട് കോൺഗ്രസ് വിജയ്ക്ക് പിന്തുണയുമായിട്ട് ചെന്നു എന്നുള്ളതാണ് സ്റ്റാലിൻ്റെ പ്രശ്നം. അപ്പോൾ സ്റ്റാലിൻ ചോദിക്കുന്നത്, ഇത്രയും കാലം കോൺഗ്രസ്സുകാർ ചോദിച്ചുകൊണ്ടിരുന്നില്ലേ പിണറായി വിജയനെ മോഡി സംരക്ഷിക്കുകയായിരുന്നു എന്ന്. സ്റ്റാലിന് അറിയാഞ്ഞിട്ടോ ഇനി അറിഞ്ഞിട്ട് അറിയാത്ത ഭാവം നടിക്കുന്നതോ എനിക്ക് തോന്നുന്നത് അറിയാഞ്ഞിട്ടാണെന്ന് തോന്നുന്നത്. കൃത്യമായിട്ട് ഇത്രയും കാലം പിണറായി വിജയനെ മോഡി സംരക്ഷിക്കുക തന്നെയായിരുന്നു ഇത്രയും കാലം പിണറായി വിജയനെ. കാരണം അന്നൊക്കെ സംഘ് പരിവാറിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം എന്താ, അവരുടെ ഏജന്റായിരുന്നു ഈ പിണറായി വിജയൻ. ആരൊക്കെ നിഷേധിച്ചാലും സംഘ് പരിവാറിന് അവരുടെ ഏജന്റായിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയന് ബോധ്യവും ഉണ്ടായിരുന്നു ഞാൻ അവരുടെ ഏജന്റാണ് എന്നുള്ളത്. അങ്ങനെ തന്നെയാണ് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ആ 10 വർഷക്കാലം പിണറായി വിജയനെ എന്തുകൊണ്ട് സംരക്ഷിച്ചു എന്ന് ചോദിച്ചാൽ അത് സംഘ് പരിവാറിന്റെ ബോധ്യ. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കൽ പോലും സംഘ് പരിവാറിന് ഇടമില്ല എന്നുള്ള ബോധ്യം. അവിടെ പിന്നെ എന്ത് വേണം, ഏജന്റുമാർ വേണം. കാരണം കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഏജന്റാണ് RSSനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ. അപ്പോൾ അധികാരം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് പിണറായി വിജയനെ സംരക്ഷിച്ചത്. ഇന്ന് അധികാരമില്ലെങ്കിൽ അവർ സാധാരണഗതിയിൽ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാരെ വേട്ടയാടുന്നത് പോലെ വേട്ടയാടും. അത്രയേ ഉള്ളൂ ഇത് കാര്യം. അത്രയേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം സംരക്ഷിക്കുക തന്നെയായിരുന്നു. ഇന്ന് പിണറായി വിജയനെ RSS വേട്ടയാടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ട് പിണറായി വിജയന് അധികാരമില്ല എന്നുള്ള അവരുടെ ബോധ്യമാണ്. ഇനി ഒരിക്കലും പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ കസേരയിൽ പിണറായി വിജയൻ വരില്ല എന്നുള്ള ബോധ്യവും തന്നെയാണ്. മനസ്സിലായില്ലേ? നിലവിൽ അധികാരമില്ല എന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും ഈ വിജയൻ കേരളത്തിൽ അധികാരത്തിലെത്തില്ല എന്നുള്ള ബോധ്യം കൂടിയാണ്. മനസ്സിലായില്ലേ? അപ്പോ ആ അധികാരമില്ലാത്ത വിജയനെ RSSന് വേണ്ട. അധികാരമില്ലാത്ത വിജയനെ സംരക്ഷിച്ചുകൊണ്ട് RSSന് നേട്ടങ്ങളൊന്നുമില്ല. മറിച്ച് ഇനി RSSന് നേട്ടമുണ്ടാണെങ്കിൽ പിണറായി വിജയനെ തൂക്കിലേറ്റണം, വിചാരണ നടത്തണം. എന്നാൽ RSS നേട്ടമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഇന്നലെ KK രാഗേഷും പറയുന്നത്. എന്ത്, UDFന്റെ അണികൾ ഒരിക്കലും BJPക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. BJPക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത് CPMന്റെ അണികളെയാണ്. ആ അണികളെ സ്വാധീനിക്കണമെങ്കിൽ പിണറായി വിജയനെ ക്രൂശിക്കണം. ആ തിരിച്ചറിവാണ് RSS ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഈ പറയുന്ന സ്റ്റാലിൻ പറയുന്നത് പോലെ ഈ പറയുന്ന പിണറായി വിജയൻ അത്ര വലിയ മാന്യനൊന്നല്ല, അത്ര വലിയ പുണ്യാളനൊന്നല്ല. സ്റ്റാലിൻ അറിയാത്തത് കൊണ്ടാണ്. സ്റ്റാലിന് പിണറായി വിജയനെ ഇപ്പോഴും അറിയില്ല. പിണറായി വിജയനെ സ്റ്റാലിന് ചെറിയ പരിചയമുള്ളൂ, അവിടെ ഇവിടെ തൊട്ടും തൊടാത്തിയും പരിചയം മാത്രം. പിണറായി വിജയൻ ഈ കേസിൽ ഈ പറയുന്ന മകളുടെ അക്കൗണ്ടിലേക്ക് 1.72 വന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലല്ലോ.
ഇന്നലെ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു വിധി വന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പൊ ED അന്വേഷണം നടന്നിരിക്കുന്നത്. ഈ മടിയിൽ കനമില്ല, മടിയിൽ കനമില്ല, മടിയിൽ കനമില്ല എന്നൊക്കെ പറയുകയും ധാർമ്മികത വിളമ്പിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന പിണറായി വിജയൻ ഒരു കാര്യം ഉറപ്പാണ്, CMRL എന്ന് പറയുന്ന കമ്പനി വീണയുടെ അക്കൗണ്ടിലേക്ക് 1.72 എന്ന് പറഞ്ഞാൽ 2 കോടി രൂപ നൽകിയിട്ടുണ്ടെങ്കിൽ അത് വീണയ്ക്കുള്ളതാണോ അത് പിണറായി വിജയനുള്ളതാണോ? ഇതാണ് ചോദ്യം. ഇത് തന്നെയാണ് EDയും കണ്ടെത്താൻ നോക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ കക്കാൻ പഠിച്ചവനായതുകൊണ്ട് നിൽക്കാനും പിണറായി വിജയൻ അറിയാം. പിണറായി വിജയൻ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും. അത് മറ്റൊരു കാര്യം, അത് വിട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മടിയിൽ കനമുണ്ട് കൃത്യമായിട്ട്. ആ മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെയാണ് പിണറായി വിജയന് അന്വേഷണവുമായി സഹകരിക്കാൻ കഴിയാത്തത്, അതിന് തയ്യാറാവാത്തതും അതുകൊണ്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ, ആ ചിത്രം ആരുടേതാണെന്നറിയാമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടേതാണ് ആ ചിത്രം. ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലിരിക്കുന്നതാ. മനസ്സിലായില്ലേ? ചിരിച്ചുകൊണ്ട്. ആ മനുഷ്യന് ഒരിക്കലും എവിടെയും ആ മനുഷ്യന്റെ മടിയിൽ കനമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ മനുഷ്യനെല്ലാം വളരെ കൂളായി, കാമായി, ശാന്തതയോടുകൂടി, പുഞ്ചിരിയോടുകൂടി, യാതൊരു സംശയവും ഇല്ലാതെ, യാതൊരു ആശങ്കയും ഇല്ലാതെ ആ മനുഷ്യൻ എല്ലാത്തിനെയും നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ വേളയിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടി, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ജഡ്ജിമാർക്ക് മുന്നിൽ ഇരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് വളരെ കൃത്യമായിട്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ആ മനുഷ്യനത് മടിയിൽ കനമില്ലായിരുന്നു. പിണറായി വിജയൻ എന്തുകൊണ്ട് ഇന്നലെ പാർട്ടി പ്രവർത്തകരെ ഇറക്കി എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പിണറായി വിജയന്റെ മടിയിൽ കനമുണ്ട്. കാരണം ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഈ കേസ് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ, ഈ അന്വേഷണം ഇതിനെ മന്ദഗതിയിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ അഴിയെണ്ണേണ്ടി വരുമെന്നുള്ള ബോധ്യം തന്നെയാണ് പിണറായി വിജയനെ വേട്ടയാടുന്നത്. താൻ മാത്രമായിരിക്കില്ല അഴിയെണ്ണുക, തൻ്റെ കൂടെ മകൾ വീണയും മരുമോനും ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ കമലയും ഉണ്ടാകും എന്നുള്ള ബോധ്യം. മനസ്സിലായില്ലേ? ആ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് പിണറായി വിജയൻ അണികളെ ഇറക്കി വിട്ട് ഇത്തരത്തിൽ ഭീഷണിയുടെ സ്വരമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കാര്യം പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയനെ ഇത്തവണ സംഘപരിവാരം പിടികൂടും. ഇത്രയും കാലം പിണറായി വിജയനെ വെള്ള പൂശിയിട്ടുണ്ടെങ്കിൽ, ഇത്രയും കാലം പിണറായി വിജയനെതിരെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് സംഘപരിവാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ പിണറായി വിജയൻ അധികാരമുണ്ടായിരുന്നു. ഇന്ന് ആ അധികാരം പിണറായി വിജയൻ ഇല്ല. ആ അധികാരം പിണറായി വിജയൻ ഇല്ല എന്ന് മാത്രമല്ല, സംഘപരിവാർ ലക്ഷ്യമിടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് CPMന്റെ അണികളെയാണ്. ഈ അണികളെ ഇപ്പുറത്തേക്ക് എത്തിക്കണം. ഈ CPMന്റെ അണികളെ ഇപ്പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ പിണറായി വിജയനെ ക്രൂശിക്കണമെന്നുള്ളത് സംഘപരിവാറിന് നല്ല ബോധ്യമുണ്ട്. വിടില്ല സംഘപരിവാറും പിണറായി വിജയനെ, ഉറപ്പാണ്. പിന്നെ ഈ പറയുന്ന കാലചക്രം എന്ന് പറയുന്നത് ഒന്നുണ്ടല്ലോ, എണ്ണി നോക്കിയാൽ എത്ര കുടുംബങ്ങളുടെ, എത്ര അമ്മമാരുടെ, എത്ര ഭാര്യമാരുടെ, എത്ര മക്കളുടെ കണ്ണീരിൻ്റെ ഉപ്പുരസം പിണറായി വിജയന്റെ ശരീരത്തിലുണ്ടെന്നറിയോ? അതിനൊക്കെ കാലം, ഈ പറയുന്ന കാലചക്രം ഇതൊന്നും കണക്ക് ചോദിക്കാതെ അങ്ങ് കറങ്ങി തീർക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? എന്നാ നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ തീരില്ല. ഇതങ്ങനെ തീർക്കേണ്ടതുമല്ല. ഇത് വളരെ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞും ചോദിച്ചും തന്നെ അവസാനിക്കേണ്ടതാ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെടുന്നനെ പിണറായി വിജയൻ ഇനിയില്ല എന്നുള്ള വാർത്ത നിങ്ങളുടെ കാതുകളിലേക്ക് എത്തില്ല. അത് എത്തുന്നതിന് മുൻപായിട്ട് കാലചക്രം കറങ്ങി തിരിഞ്ഞിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ ഈ പറയുന്ന പല കണ്ണുനീരുകൾ പിണറായി വിജയനെ നിരന്തരമായി വേട്ടയാടുന്നുണ്ട്. ആ ഭയവും പിണറായി വിജയനുണ്ട്. പിണറായി വിജയൻ പുറത്ത് എന്തൊക്കെ ഉമ്മാക്കി കാണിച്ചാലും പിണറായി വിജയന്റെ ഉള്ളിൽ നല്ലൊരു ഭയമുണ്ട്. ആ ഭയം ഇനി അഴിയെണ്ണേണ്ടി വരുമോ എന്നുള്ള ഭയമാണ് ശിഷ്ടകാലം. അതാണ് പിണറായി വിജയൻ അണികളെ ഇറക്കി കളിക്കുന്നത്. മടിയിൽ കനമുണ്ട് കൃത്യമായിട്ട്. EDയുടെ രാഷ്ട്രീയം വേട്ടയാടൽ തന്നെയാണ്. പക്ഷേ ഇവിടെ പിണറായി വിജയന്റെ കേസിൽ പലപ്പോഴും യാഥാർത്ഥ്യങ്ങൾ കൂടി അതിൻ്റെ
ഏഴയലത്ത് കൂടെ പോകുന്നുണ്ട് എന്നുള്ളത്. പല കേസുകളിലും ഇ ഡി മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള പല കേസുകളിലും യാഥാർത്ഥ്യങ്ങളോ സത്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ ഏഴയലത്ത് കൂടിയെങ്കിലും പോകുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ഉറപ്പാ, ഇതിൽ ഇ ഡി കൃത്യമായിട്ട് അന്വേഷിക്കുന്നത് പിണറായി വിജയൻ ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ്. വീണയ്ക്ക് അത് ഒരു കാര്യം ഉറപ്പാണല്ലോ, വീണയുടെ അക്കൗണ്ടിലേക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് മാസപ്പടിയായിട്ട് 1,72,00,000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ, കാരണം ഇതെന്താ, വീണ ഇതിന് എന്ത് സർവീസാണ് നൽകിയത് എന്ന് ഈ നിമിഷം വരെ വീണക്ക് പറയാൻ കഴിയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, അക്കൗണ്ടിലേക്ക് വന്നത് 100 അല്ല, 1000 അല്ല, 10,000 അല്ല, 1,72,00,000 രൂപയാ. അത്രമാത്രം 1,72,00,000 രൂപയുടെ സർവീസ് എന്താണ് എന്ന് പറയണ്ടേ? അതിന് കഴിയുന്നില്ല. അത് തന്നെയാണ് സംശയിക്കപ്പെടുന്നതിനുള്ള കാരണവും. ഇപ്പൊ വീണ ഇതിനൊരു റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? അങ്ങനെ ഒരു സർവീസ് ഇല്ല. ഈ പണം വീണക്കുള്ളതല്ല, ഈ പണം കൃത്യമായിട്ട് പിണറായി വിജയനുള്ളതാണ്. അതിനുള്ള തെളിവുകളാണ് ഇ ഡി കണ്ടെത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും. എന്താണെങ്കിലും വിജയൻ ലോകം കണ്ട, കേരളം കണ്ട, മലയാളി കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു, തോൽവിയായിരുന്നു. വിജയന് മുന്നിൽ ഞാൻ വെക്കുന്ന ഒരു ഫോട്ടോയാണ് മഹാനായ ഉമ്മൻചാണ്ടിയുടേത്. മറ്റൊന്ന്, വിജയൻ തന്നെ വിജിലൻസ് കേസ് എടുത്ത് അന്വേഷിച്ച് 8 നിലയിൽ പൊട്ടി. എന്നിട്ട് വിജയൻ തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരം ഇ ഡി അന്വേഷിച്ച് അതും 8 നിലയിൽ പൊട്ടി. ഇ ഡി വന്നപ്പോൾ തൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്നുകൊണ്ട് കപ്പിൽ ചായയുമായിട്ട് ആ ചായ ഊതി ഊതി കുടിച്ച KM ഷാജിയാണ്. മനസ്സിലായില്ലേ? കാലം കറങ്ങിത്തിരിഞ്ഞു വരുന്നത് നിങ്ങളൊന്ന് ആലോചിക്കൂ. അന്ന് വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇന്ന് ഷാജി മന്ത്രിയാണ്. വിജയൻ ആരാണ്? സീറോയാണ്. അപ്പോൾ ഈ പറയുന്ന ഇ ഡി റെയ്ഡ് കൊണ്ട് സംഘ് പരിവാർ ലക്ഷ്യമിടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് പിണറായി വിജയനെ, പിന്നെ മറ്റൊന്ന് CPM-ന്റെ അണികളെ. ഇതിലേക്ക് വേണ്ടി തന്നെയാണ് സംഘ് പരിവാർ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇത് വിടില്ല സംഘ് പരിവാറും. അവർ കൃത്യമായിട്ട് എങ്ങനെയൊക്കെ പ്രതിരോധിച്ചാലും എത്രയൊക്കെ അണികളെ ഇറക്കിയാലും അധികാരം കൊണ്ട് അവരിതിനൊക്കെ അടിച്ചമർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണല്ലോ. പിണറായി വിജയൻ്റെ മടിയിൽ കനമുണ്ട്, പിണറായി വിജയൻ്റെ മടിയിൽ കനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ്റെ ഉള്ളിൽ ഭയമുള്ളതും അതുകൊണ്ട് തന്നെയാണ്.